രാമായണം വായിക്കുക. അപ്പോൾ രാമായണം നമ്മൾ വായിക്കുമ്പോൾ, രാമായണത്തിലെ കഥകൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ, ആന്തരാർത്ഥങ്ങൾ, ബാഹ്യാർത്ഥം മാത്രമല്ല ആന്തരാർത്ഥങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹനുമാൻ സ്വാമിയുടെ ബ്ലെസ്സിങ് കിട്ടും. ഹനുമാൻ സ്വാമിയുടെ ആ പ്രസൻസ് കിട്ടും. അതുമാത്രമല്ല, നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും ചോദിക്കണ്ടേ. ഹനുമാൻ സ്വാമിയോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഭൗതികമായ കാര്യത്തിന് വേണ്ടി ഒന്നും ചോദിക്കരുത്. ഭൗതികമായ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ധാർമ്മികമായ കാര്യങ്ങൾ ചോദിക്കുക, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്ന സംഘർഷങ്ങളെല്ലാം മാറ്റിത്തരും. നമ്മുടെ ആവശ്യങ്ങളൊന്നും ചോദിക്കണ്ട, അദ്ദേഹത്തെ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടാവും, നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമുക്കുടെ മനസ്സിലുള്ള എന്താണെന്ന് അറിയാൻ പറ്റും, അത് ചെയ്തു തരും. ഇപ്പോൾ സാമ്പത്തികമാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 11th അവറിൽ അത് കാര്യം നടന്നു വരും, നടത്തി കൊടുക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അമിതമായ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ആഗ്രഹങ്ങൾ നടക്കും. അമിതമായിട്ട് നമ്മൾ അതൊരു ഭഗവാനോടും പറയാൻ പാടില്ല, ഹനുമാൻ സ്വാമിയോട് പ്രത്യേകം പറയാൻ പാടില്ല. കാരണം വെച്ചാൽ എപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണതാണല്ലോ.